വല്ലാത്ത അരക്ഷിതമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് ഭിന്നശേഷി സമൂഹം കടന്നു പോകുന്നത്. ഭിന്നശേഷി അനുഭവിക്കുന്ന ആളുകൾ മാത്രമല്ല, അവരെ കൊണ്ടു നടക്കുന്ന കുടുംബം. അടുത്ത അധ്യയന വർഷത്തിൽ അമൽ ഇക്ബാലിന്റെ ജീവിതം പാഠഭാഗമായി പ്രസിദ്ധീകരിക്കുന്നുണ്ട്. വിദ്യാർത്ഥി എന്ന നിലയിൽ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ ആവശ്യതകൾ എന്തൊക്കെയെന്ന് സർക്കാരിനോട് അമലിന് പറയാനുണ്ട്. ഒരു വിഭാഗം അധ്യാപകർ ചില സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു വിഭാഗം അധ്യാപകർ നിങ്ങളെ കുട്ടീനെ ഇവിടെ ചേർത്തി കഴിഞ്ഞാൽ പ്രശ്നമാവും, നിങ്ങളെ കുട്ടീനെ ചേർത്തി കഴിഞ്ഞാൽ പാരൻസ് കംപ്ലയിൻറ്റ് ചെയ്യും, അത് ഞങ്ങൾ അധ്യാപകരുടെ പോസ്റ്റിങ്ങിന് ബാധിക്കും, അത് പ്രശ്നമാണ് എന്ന് പറയുന്ന അധ്യാപകരുണ്ട്. വിദ്യാഭ്യാസം മാത്രമല്ല, ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ എത്തുന്നുണ്ടോ? ഒരുപാട് ഏർലി ഇൻ്റർവെൻഷൻ ക്ലിനിക്കുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. പക്ഷേ ഇതൊന്നും ശാസ്ത്രീയമായിട്ട് നടന്നു പോകുന്നുണ്ടെന്ന് പറയാൻ പറ്റുന്നത്. ഏറെക്കുറെ ശാസ്ത്രീയത ഉണ്ടെങ്കിലും ഒരുപാടൊന്നുമില്ല. നിയമങ്ങളും പദ്ധതികളും ഒക്കെ ഉണ്ട്, പക്ഷേ അത് ആവശ്യക്കാരിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഭിന്നശേഷിക്കാരുടെയും അനുഭവം. മാറ്റങ്ങൾ വരുത്താത്തോളം കാലം ഞങ്ങൾ ഇരുട്ടത്താണ്, ഞങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ്. ഇത് ഞാൻ ഉറച്ചു തന്നെ പറയും. മുഖാമുഖമൊക്കെ നടക്കുമ്പോൾ ഈ മുഖങ്ങളും ഓർമ്മയിലേക്ക് വരണം. അപ്പോൾ അമൽ ഇക്ബാൽ കാര്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു. മുഖാമുഖം പോലുള്ള പരിപാടികളൊക്കെ സ്വീകാര്യം തന്നെ, പക്ഷേ പദ്ധതികളൊന്നും നാമമാത്രമാകരുത്, അത് പ്രാവർത്തികമാക്കുക തന്നെ വേണം. ക്യാമറമാൻ പ്രജോഷ് കുമാറിനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.